എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. അതിനുശേഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആണല്ലോ, പുതിയ വർഷമാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങളെനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരുന്നത്? എന്തായാലും നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റ് തരികയാണ്. ആ ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിച്ചിട്ട് എനിക്ക് കമൻ്റായിട്ട് ഇങ്ങ് തിരിച്ച് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് നിങ്ങൾക്ക് എന്ത് തരുമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല തരാനായിട്ട്. അപ്പോൾ എന്താണ്, ഫ്രീ ആയിട്ട് നമ്മൾ കുറേ ഉപദേശം തന്നാൽ അത് എല്ലാവർക്കും ബോറടിക്കും നമ്മൾ കൊടുക്കുന്ന ഉപദേശം. അപ്പോൾ ഉപദേശം കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഉപദേശം തരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരാൾ അതായത് നമ്മളെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്ഷരം പ്രതി കേൾക്കും എന്നെനിക്ക് അറിയില്ല. കേൾക്കുന്നവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും, പുച്ഛിച്ച് തള്ളുന്നവരുണ്ടാവും, അത് സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. പിന്നെ ആ ഒരു സമ്മാനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുക എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെയും മനസ്സാണ്. ഒരു വസ്തു നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും, വലുതായാലും ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം നിശ്ചയിക്കുക എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുന്ന ആളിൻ്റെ മനസ്സ് പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ന്യൂ ഇയർ സ്പെഷ്യലാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാം, ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തള്ളിക്കളയാം. എന്ത് തന്നെയാണെങ്കിലും ഞാനത് നിങ്ങൾക്കായിട്ട് തന്നിരിക്കുകയാണ്. ഇന്ന് പിടിച്ചോ. കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, വയ്ക്കോ, നേരമില്ലാത്തവർ ഫെസ്റ്റിന് വയ്ക്കോ. ബേക്കൽ ഫെസ്റ്റ് നടക്കുകയാണ്. ഒരു സഹോദരന് ഫോൺ വിളിച്ചു പറഞ്ഞു, ബാക്കവി നിങ്ങൾ ബേക്കൽ ഫെസ്റ്റിനെ കുറിച്ചൊന്നും പറയല്ലേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പല മുസ്ലിം നേതാക്കന്മാരും അവിടെയുണ്ട്, അവരുടെയൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ പൊന്നുമോനെ, വ്യക്തികളുടെ മുഖം നോക്കിയിട്ട് പറയുന്നതല്ലടാ. അള്ളാഹു ഔലിയാക്കളെ കൊണ്ട് അനുഗ്രഹിച്ച മണ്ണ്, ഒരുപാട് പള്ളികളെ കൊണ്ട് അനുഗ്രഹിച്ച മണ്ണ്, ഒരുപാട് അഭിവൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ച മണ്ണ്, ഒരുപാട് ഐശ്വര്യം കൊണ്ട് അനുഗ്രഹിച്ച മണ്ണ്, ഒരുപാട് മഹാന്മാര് വന്നു പോകുന്ന മണ്ണ്, ഒരുപാട് ഉറൂസ് നടക്കുന്ന മണ്ണ്, ഒരുപാട് ബറക്കത്തിന്റെ വേദികൾ നടക്കുന്ന മണ്ണ്, ഒരുപാട് പാവപ്പെട്ട പെൺമക്കളുടെ കണ്ണീരൊപ്പുന്ന കല്യാണം നടത്തി കൊടുക്കുന്ന മണ്ണ്, ഒരുപാട് രോഗികളുടെ വേദന മാറ്റി കൊടുക്കുന്ന മണ്ണ്, ഒരുപാട് വിശന്നവരുടെ വിശപ്പടക്കി കൊടുക്കുന്ന മണ്ണ്. ആ മണ്ണിൽ നിന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കാണാനടുള്ള ചന്തമുള്ള നിസ്കാരക്കടമ്പുള്ള ഉറൂസിന്റെ വോളണ്ടിയർമാരായ, മതപ്രഭാഷണത്തിന്റെ സംഘാടകരായ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മുഹിബ്ബീങ്ങളായ, മദീന കാണാൻ കൊതിക്കുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവിനെ ഭയക്കുന്ന ചെറുപ്പക്കാർ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിളക്കാൻ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരുടെ നെഞ്ചുകൊണ്ടിക്കാൻ, ആഘോഷത്തിന്റെ ആഭാസത്തിന്റെ ആർഭാദത്തിന്റെ ആഹ്ലാദത്തിന്റെ അടിവേരിലാക്ക് ആ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിട്ട് അവരെ മനസ്സിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന ഈമാനിന്റെ അവസാനം രശ്മിയെപ്പോലെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന പേക്കോലനെ പറഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താ നമ്മൾ പറയുക, പിന്നെ എന്താ നമ്മൾ അത് പറയുക? ലക്ഷക്കണക്കിന് രൂപ പൊടിക്കുന്ന ആട്ടത്തിന്റെയും പാട്ടിന്റെയും പേക്കോത്തിന്റെയും ഇടയിലേക്ക് ആരോ പൊറ്റോട്ടെ, ആരോ ആടിത്തിമർത്തോട്ടെ, ആരോ ആഘോഷിച്ചോട്ടെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹു ആരോഗ്യം തന്ന മക്കളെ, അള്ളാഹു ആഫിയത്ത് തന്ന മക്കളെ, പെങ്ങളെ, മാരകരോഗങ്ങളെ കഴുകനെ പോലെ മനുഷ്യനെ കൊത്തിവലിച്ചുകൊണ്ടിരിക്കുമ്പോ, ക്യാൻസറിന്റെ അണുക്കൾ മഴത്തുള്ളി പോലെ ശരീരത്തിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുമ്പോ, അതെല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിനിരയാവാ രക്തത്തിളപ്പിന്റെ ആട്ടത്തിന് വേണ്ടി ഇറങ്ങിപ്പോവല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ. അള്ളാഹു പറഞ്ഞത് ഖാറൂനോടാണ്. അവന്റെ ആഘോഷത്തിമിർപ്പിൽ ആറാട്ടം കണ്ടപ്പോ അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ അവനതനുസരിച്ചില്ല, അവനത് വകവെച്ചില്ല. മൂലാക്കന്മാര് പലതും പറയൂ, അവർക്ക് എന്തൊക്കെ പറയാനുണ്ട്, അവരെന്താ അത് പറയാത്തത്, അവരെന്താ ഇത് പറയാത്തത്, അവരെന്തിനാ ഇങ്ങനെ ഞങ്ങളെ കുറിശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സാധാരണക്കാര് പുച്ഛിച്ചു തള്ളുന്നത് പോലെ ഖാറൂന് പുച്ഛിച്ചു തള്ളി പോലെ. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ
ഖസസ് നിന്റെ വീട്ടിലുള്ള നിന്റെ പള്ളിയിലുള്ള ആ ഖസസ് എടുത്ത് നോക്ക് മോനെ. അല്ലാഹ് പറയുകയോ വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാ. ഹാറൂനെയും ഹാറൂനിന്റെ സംഘത്തെയും അല്ലാഹു ഭൂമിയെ രണ്ടായി പിളർത്തിയിട്ട് അതിന്റെ അകത്തേക്ക് തവിട് പൊടിയാക്കി കളഞ്ഞെന്ന് ഖുർആൻ. അതുകൊണ്ട് പുച്ഛിക്കേണ്ടവർക്കാവാം, പരിഹസിക്കേണ്ടവർക്കാവാം, കുറ്റപ്പെടുത്തേണ്ടവർക്കാവാം, പ്രതികരിക്കേണ്ടവർക്കാവാം. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. ഇതുപോലെ പുച്ഛിച്ചവർക്ക് അല്ലാഹു കൊടുത്ത മറുപടിയുടെ സത്യസാക്ഷ്യമാണ് സൂറത്തുൽ ഖസസിലെ ഖാറൂന്റെ ചരിത്രം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്തിന്റെ കാര്യം പറയുമ്പോ, ദിക്റിന്റെ കാര്യം പറയുമ്പോ, ഖുർആന്റെ കാര്യം പറയുമ്പോ നമുക്ക് നേരമില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കാൻ രാവിലെ. അതിന് രാവിലെ നമ്മൾ കാണൂ, രാവിലെ എന്നുള്ള ഒന്നുണ്ടോ? സാധാരണ ഒരു മനുഷ്യന്റെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ രാവിലെ എന്ന് പറയുന്നത് 12 മണിയാണ്. അവന്റെ രാവിലെ 12 മണിയാണ്. പ്രഭാതം പോയി, അതിന്റെ ബറക്കത്ത് പോയി, അതിന്റെ സന്തോഷം പോയി. ആത്മീയമായ കാര്യങ്ങൾ പറയുമ്പോ മനുഷ്യർക്ക് തീരെ നേരമില്ലാണ്ടായി. യജമാനായ റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ, പടച്ചോനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സോഷ്യൽ മീഡിയ പേജുകൾ തുറന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ ഒരു രീതി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അടിച്ചു പൊളിക്കുമല്ലോ. കൂടുതലായിട്ട് ആണുങ്ങളാണ് കൂടുതലായിട്ട് മദ്യക്കുപ്പിയും അതുപോലെ പല രീതിയിലും അടിച്ചു പൊളിക്കുമല്ലോ റോഡിലൊക്കെ കിടന്ന്. അപ്പോൾ അതൊന്നും കാണിക്കരുത്, നല്ല അച്ചടക്കത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നീട് മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ അത് കണ്ടിട്ട് അതുപോലെ കാണിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. നമ്മുടെ പ്രവാചകൻ പറഞ്ഞു തന്നൊരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിന് വില കൊടുക്കാത്തതുപോലെ ആവും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിക്കാണ്ട് നിന്നാൽ അത് കോപമുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്കുകൂടി പറഞ്ഞു തരിക. പിന്നെ എന്തായാലും എനിക്കും പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ന്യൂ ഇയറിൻ്റെ പേരിൽ ചെറുപ്പക്കാർ കാണിക്കുന്ന അല്ല കുറേയധികം ആളുകളും 100 പേരെടുത്താൽ അതിൽ ഒരു 80% ആളുകളെങ്കിലും ന്യൂ ഇയറിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അടിച്ച് പൊളിച്ച് തലയും കുത്തി വരുന്നവരുണ്ടാവും, ഇഴഞ്ഞു വരുന്നവരുണ്ടാവും, പാമ്പ് പോലെ ആടിയാടി വരുന്നവരുണ്ടാവും, ഉടുമുണ്ട് കയ്യിൽ വെച്ചിട്ട് വരുന്നവർ കാണും, അണ്ടർവെയർ പോലും ഇല്ലാണ്ട് വരുന്നവരും ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളുണ്ടാവും. ഒരു ന്യൂ ഇയറിൻ്റെ പേരും പറഞ്ഞിട്ട് കാണിക്കുന്ന കോലാഹലങ്ങളാണ്. അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് സ്വന്തം ഫാമിലിയെ തന്നെയാണ് ബാധിക്കുന്നത്. ഇവർ ഈ ആവശ്യത്തിലധികം കുടിച്ചും ഇങ്ങനെ വരുന്ന സമയത്തിന് അവർക്കറിയില്ല, ഓവർ ലോഡായി കഴിയുമ്പോൾ ഇവരെന്താണ് പിന്നീട് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് പോലും ഒരു നിശ്ചയം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് മാനക്കേടുണ്ടാവുന്നത് അവരവരുടെ ഫാമിലിക്ക് തന്നെയാണ് എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ സുഖത്തിലായാലും ദുഃഖത്തിലായാലും സന്തോഷം വരുമ്പോൾ ഒരുപാടങ്ങ് സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് ആയിപ്പോവുകയും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർത്തെടുത്താൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എല്ലാ വർഷവും ന്യൂ ഇയറൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കും. അതൊക്കെ കഴിയുമ്പോൾ ഈ ഒരു ന്യൂ ഇയറൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വരുന്നത് എന്താണ്? മഴ വരുന്നു. ആ മഴ വരുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാവുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ രീതിയിലാണെങ്കിലും കുറേ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിപ്പോൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിൽ കൊള്ളാത്ത വേദനകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നതിൻ്റെ ഫലമായിരിക്കണം. ദുഃഖം വരുമ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്തായാലും ഞാനും ആഗ്രഹിക്കുന്നത് ഈ ഒരു വർഷം നല്ല രീതിയിൽ വരണം എന്നാണ്. എല്ലാവരും നല്ല രീതിയിൽ വരണം ഈ ഒരു വർഷം. എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ വിട്ട് കുറച്ചൊന്ന് ഫ്രീ ആവുക, സന്തോഷമായിട്ട് ജീവിക്കുക.
ഫാമിലിയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. എല്ലാവരുടെ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലുണ്ട്. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും ആവാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.